സൈക്കോളജിയിൽ ഭഗവത്ഗീതയ്ക്ക് എന്തുമാത്രം പ്രാധാന്യമുണ്ടെന്ന് അറിയണ്ടേ? അതിലെ ഭഗവാൻ ശ്രീകൃഷ്ണനും അർജുനനും തമ്മിലുള്ള വെറുമൊരു കോൺവെർസേഷൻ രീതിയിലല്ല അവതരിപ്പിച്ചിരിക്കുന്നത്. അതൊരു ടൈപ്പ് ഓഫ് സൈക്കാട്രിക് കൗൺസിലിംഗ് തന്നെയാണ്. അവിടെ കൗൺസിലർ ആരാണ്? നമ്മുടെ ശ്രീകൃഷ്ണൻ തന്നെയാണ്. അതേപോലെ പേഷ്യന്റ് അർജുനനും. അർജുനൻ ആരാണെന്ന് നമുക്കറിയാം, ഗ്രേറ്റസ്റ്റ് ഹീറോയാണ്. ശരിക്കും പറഞ്ഞാൽ അർജുനൻ ഒരു സന്ദർഭത്തിൽ, കാരണം സ്വന്തം റിലേറ്റീവ്സിനെതിരെ തന്നെയാണ് യുദ്ധം ചെയ്യേണ്ടി വരുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ യുദ്ധം ചെയ്യാൻ ഞാൻ ഇനി ഇല്ല എന്ന കണക്കിന് വളരെ മാനസികമായിട്ട് ഡൗൺ ആയിപ്പോയ ഒരു സാഹചര്യം അർജുനനുണ്ടായിരുന്നു. ആ സമയത്താണ് കൃഷ്ണൻ ഒരു കൗൺസിലറിന്റെ ഒരു സൈക്കോ തെറാപ്പി ചെയ്യുന്ന റോള് കൈകാര്യം ചെയ്തത്. അപ്പൊ ഇവിടെ അർജുനന്റെ മെന്റൽ സ്റ്റേറ്റ് കൃത്യമായിട്ട് കൃഷ്ണൻ മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഒരു ക്ലാസിക്കൽ റിയാക്റ്റീവ് ഡിപ്രഷൻ ആണ്, അതിന്റെ കൂടെ ഒരു സീവിയർ ആങ്സൈറ്റിയും ന്യൂറോസിസും കൂടി അർജുനനുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് വേണ്ടത് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സൈക്കോതെറാപ്പി സെഷൻ ആണെന്ന് ഭഗവാൻ കൃഷ്ണന് അറിയാമായിരുന്നു. ഇവിടെ അർജുനന് ആങ്സൈറ്റിയുടെ എല്ലാ തരം സിംറ്റംസും ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ സ്റ്റേറ്റ് ഡ്രൈ മൗത്ത്, പാൽപിറ്റേഷൻ, സ്വെറ്റിംഗ്, ട്രെംബ്ലിംഗ് ഓഫ് ലെഗ്സ്, ഫിയർ ക്ലൗഡഡ് മൈൻഡ് തുടങ്ങി ഒരു വിധപ്പെട്ട എല്ലാ സിംറ്റംസും അർജുനുണ്ടായിരുന്നു. കൃഷ്ണന്റെ ഡയഗ്നോസിസ് വളരെ കറക്റ്റ് ആയിരുന്നു. ഇതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് തന്നെയാണ് ഭഗവാൻ കൊടുത്തത്. നല്ലൊരു സൈക്കോതെറാപ്പി ഭഗവാന്റെ ജോലി അല്ലെങ്കിൽ കർത്തവ്യം ഭംഗിയായിട്ട് നിർവഹിച്ചു. അർജുനനെ ഭഗവാൻ അർജുനന്റെ ഡ്യൂട്ടിയെ കുറിച്ച് ഓർമ്മിപ്പിക്കുകയും, അതായത് അർജുനൻ ഒരു വാരിയറാണ്, ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യകതയെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുകയും, ഒരു ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെന്റ് എല്ലാവരോടും, നമ്മുടെ ലൈഫിൽ ഇടപെടുന്ന എല്ലാവരോടും അറ്റാച്ച്മെന്റ് വേണം, എന്നാൽ ഒരു ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് ആണ് നമ്മുടെ ലൈഫിൽ പുലർത്തേണ്ടത് എന്ന കണക്കിനൊരു തെറാപ്പി സെഷനാണ് ശരിക്കും കൃഷ്ണൻ ഭഗവത്ഗീതയിൽ അർജുനന് കൊടുക്കുന്നത്. അതിലെ തിരമാലകളെ പോലെ തന്നെ ലൈഫ് ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ് ആണെന്ന കാര്യവും ഭഗവത്ഗീതയിൽ പഠിപ്പിച്ചു തരുന്നുണ്ട്. മാത്രമല്ല ഒരു കാര്യം പ്രത്യേകം പറയുന്നത്, ഒരാൾക്ക് ദൈവത്തിനെ മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ അവരുടെ സ്വന്തം ഈഗോയെ വിൻ ചെയ്യണം. ആ ഈഗോയെ ഓവർകം ചെയ്താൽ മാത്രമേ ഭഗവാനെ റിയലൈസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. ശരിക്കും നമുക്ക് ദുഃഖം ഒഴിവാക്കിയിട്ട് ലൈഫിൽ മൂവ് ചെയ്യാനായിട്ട് ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് ഒരു വണ്ടർഫുൾ ഫോർമുലയാണ് എന്ന കാര്യം കൂടി ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്.